മിൽക്കി വേ ഗാലക്സിയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചെറിയ ചുവന്ന കുള്ളൻ നക്ഷത്രമുണ്ട്. അതിനു ചുറ്റും കുറച്ച് ഗ്രഹങ്ങളും വലം വയ്ക്കുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രത്തിന്റെ വളരെ സമീപത്തുകൂടെയാണ് വലം വയ്ക്കുന്നത്. പക്ഷേ അതൊരു ചെറിയ നക്ഷത്രമായതുകൊണ്ട് അതിൽ രണ്ടാമത്തെ ഗ്രഹം നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലാണ്. അതിനാൽ തന്നെ ആ ഗ്രഹം നിറയെ പലവിധമായ ജീവജാലങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഈ ഗ്രഹത്തിന്റെ കടലിലും കരയിലും ആകാശത്തിലും വരെ ജീവജാലങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ ഇന്റലിജന്റായ ഒരു പുരോഗമന സമൂഹവുമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ടൈപ്പ് 1 തലത്തിലെത്തിയ ഒരു പുരോഗമന സമൂഹം. ഗ്രഹത്തിനെയും ഗ്രഹത്തിലെ സകല ജീവജാലങ്ങളെയും ഈ പുരോഗമന സമൂഹമാണ് നിയന്ത്രിക്കുന്നത്. അവരെ പോലെ പ്രപഞ്ചത്തിൽ വേറെയും പുരോഗമന സമൂഹങ്ങൾ, അതായത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവർ സ്ഥിരമായിട്ട് പല തരത്തിലുമുള്ള റേഡിയോ സിഗ്നലുകളും പ്രപഞ്ചത്തിലെ ഓരോ കോണുകളിലേക്കും അയക്കുമായിരുന്നു. പക്ഷേ ഒരിക്കലും അവർ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം എന്തോ ഒരു വസ്തു വന്ന് ആ ഗ്രഹത്തിൽ പതിച്ചു. പ്രകാശവേഗത്തിലാണ് അത് വന്ന് പതിച്ചത്. അതിന്റെ ആഘാതത്തിൽ അവിടെ ഒരു ഭയാനകമായ വിസ്ഫോടനമുണ്ടായി. ആ വിസ്ഫോടനത്തിന്റെ പരിണിത ഫലത്തിൽ ഗ്രഹത്തിലുള്ള സകല ജീവജാലങ്ങളും ചെറിയൊരു അവശേഷിപ്പ് പോലും ബാക്കിയില്ലാതെ എല്ലാം പൂർണ്ണമായും നശിച്ചുപോയി. ഇതേ സമയം ആ ഗാലക്സിയിൽ തന്നെയുള്ള മറ്റൊരു നക്ഷത്രവ്യൂഹത്തിൽ ഇവരെക്കാൾ ഒരുപാട് പുരോഗമിച്ച വലിയൊരു ടൈപ്പ് 2 സമൂഹമുണ്ടായിരുന്നു. ഇവരാണ് പ്രകാശവേഗത്തിൽ ഒരു ആയുധമയച്ച് നേരത്തെ കണ്ട ചെറിയ പുരോഗമന സമൂഹത്തിനെ നശിപ്പിച്ചത്. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരയച്ച റേഡിയോ സിഗ്നൽസിലൂടെയാണ് ഈ വലിയ പുരോഗമന സമൂഹം അവരെ കണ്ടുപിടിക്കാനിടയായത്. ഇതുപോലെ ഒരുപാട് ചെറിയ പുരോഗമന സമൂഹങ്ങളെ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ സമൂഹങ്ങളെ വെറുതെ വിട്ടാൽ ഒരുപക്ഷെ അവർ വലിയ പുരോഗമന സമൂഹങ്ങളായിട്ട് മാറുമ്പോൾ അവർ നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറുമോ എന്ന് ഭയന്നിട്ടാണ് ഇങ്ങനെ കണ്ണിൽ കാണുന്ന ചെറിയ സമൂഹങ്ങളെയെല്ലാം അവർ നശിപ്പിക്കുന്നത്. എല്ലാ സമൂഹങ്ങളെയും അവരയക്കുന്ന റേഡിയോ സിഗ്നൽസിലൂടെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രഹത്തിൽ ജീവനുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന യാതൊരു വിധത്തിലുമുള്ള സിഗ്നൽസും അവർ പുറത്തുവിടാറില്ല. അതായത് അവർ ഗാലക്സിയിലുള്ള മറ്റ് പുരോഗമന സമൂഹങ്ങളിൽ നിന്നും ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ നിലനിൽപ്പിനു വേണ്ടി ചെറിയ പുരോഗമന സമൂഹങ്ങളെയൊക്കെ ഇവർ നശിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ ഇവരെക്കാൾ വലിയ സമൂഹങ്ങൾ വേറെയുണ്ടെങ്കിൽ അവരെ ടൈപ്പ് 2 സമൂഹത്തിനെ കണ്ടുപിടിക്കാനിടയായാൽ ചിലപ്പോൾ ഇവരെ അവർ നശിപ്പിക്കും. ഇതുപോലെ ഒത്തിരിയേറെ പുരോഗമന സമൂഹങ്ങൾ മിൽക്കി വേ ഗാലക്സിയിലുണ്ട്. പക്ഷേ എല്ലാവരും പരസ്പരം ഭയന്ന് മറ്റുള്ളവരിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെയായിട്ടും അന്യഗ്രഹ ജീവികളെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്. ഇതാണ് ദി ഡാർക്ക് ഫോറസ്റ്റ് സിദ്ധാന്തം. ഭൂമിയിൽ ജീവൻ ഉണ്ടായതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങളും അതിനേക്കാൾ പല മടങ്ങ് ഗ്രഹങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും കുറഞ്ഞ കണക്ക് പ്രകാരം ചിന്തിച്ചാൽ പോലും നമ്മുടെ ഗാലക്സിയിൽ പല ലക്ഷക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കണം. പക്ഷേ ഭൂമിയിലല്ലാതെ വേറെ ഒരിടത്തും യാതൊരു തരത്തിലുമുള്ള ജീവനും ഇതുവരേക്കും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും സാധ്യത കൂടുതലായിരുന്നിട്ട് പോലും അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിരോധാഭാസത്തിനെയാണ് ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നത്. ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമി ഏലിയൻസിനെ കുറിച്ച് തന്റെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പക്ഷേ അവരെല്ലാം എവിടെയാണ് എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് ഈ വിരോധാഭാസത്തിന് ഫെർമിയുടെ പേര് തന്നെ നൽകിയത്. ഈ ചോദ്യത്തിന് ശരിക്കും നമ്മുടെ കയ്യിൽ കൃത്യമായ ഒരുത്തരമില്ല. പക്ഷേ ധാരാളം നിഗമനങ്ങളും സാങ്കല്പിക സിദ്ധാന്തങ്ങളുമുണ്ട്. ഒരുപക്ഷെ ജീവൻ ഉണ്ടാവുക എന്ന പ്രക്രിയ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവ ഇന്റലിജന്റ് ജീവികളായിട്ട് മാറുന്നതായിരിക്കും അപൂർവം. ചിലപ്പോൾ ഇന്റലിജന്റ് ആയ പുരോഗമന സമൂഹങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ പുരോഗമിക്കുമ്പോൾ അവർ മനുഷ്യരെ പോലെ സ്വയം നശിക്കുമായിരിക്കും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഫെർമി പാരഡോക്സിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാനാകും. അതിലൊരു സാങ്കല്പിക സിദ്ധാന്തമാണ് ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോതീസിസ്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സിയിൽ മനുഷ്യരെ പോലെ ധാരാളം പുരോഗമന സമൂഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരെല്ലാം തന്നെ മനഃപൂർവ്വം നിശബ്ദരായിരിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നാണ് ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോതീസിസ് പറയുന്നത്.
സ്റ്റാനിസ്ലോ ഹെർമൻ എന്ന പോളിഷ് എഴുത്തുകാരൻ 1971 പ്രസിദ്ധീകരിച്ച പെർഫെക്റ്റ് വാക്യൂം എന്ന പുസ്തകത്തിലാണ് ഈ സിദ്ധാന്തം ആദ്യമായിട്ട് പ്രതിപാദിച്ചത്. ശേഷം 1983 ഡേവിഡ് ബ്രിൻ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ അതിനെ തന്റെ പുസ്തകത്തിൽ കൂടുതൽ ആഴത്തിൽ വിവരിച്ചു. പിന്നീട് ചൈനീസ് സയൻസ് ഫിക്ഷൻ റൈറ്ററായ ലിയു സിങ്ഷിനാണ് അതിനെ ഒരു നോവലായിട്ട് പ്രസിദ്ധീകരിച്ചത്. ദി ഡാർക്ക് ഫോറസ്റ്റ് എന്നായിരുന്നു ആ നോവലിന്റെ പേര്. ഈ സിദ്ധാന്തം കൂടുതൽ പ്രശസ്തി ആർജിച്ചതും അതിനുശേഷമാണ്. പ്രത്യക്ഷത്തിൽ ഒരു രസകരമായ സാങ്കല്പിക സിദ്ധാന്തമായിട്ട് തോന്നിയാലും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും ഇതൊരു ഭയാനകമായ സിദ്ധാന്തമാണ്. അന്യഗ്രഹ ജീവികളെല്ലാം മനഃപൂർവ്വം നിശബ്ദരായിരിക്കണമെങ്കിൽ അതിനെ നമുക്ക് പ്രധാനമായും 2 രീതിയിൽ സങ്കല്പിക്കാം. 2 രീതിയിലും നമ്മുടെ ഗാലക്സി നിറയെ ധാരാളം അന്യഗ്രഹ ജീവി പുരോഗമന സമൂഹങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. ഒന്നാമത്തെ രീതിയിൽ എല്ലാവരും അക്രമാസക്തരായിരിക്കും. മനുഷ്യരാശിയുടെ ചരിത്രം നോക്കിയാൽ വ്യത്യസ്തമായ ജനസമൂഹങ്ങൾക്കിടയിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഘോരമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആവാസ വ്യവസ്ഥയിൽ ലഭ്യമായ സ്രോതസ്സുകളേക്കാൾ അധികമായിട്ട് അവിടെ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഹ്രസ്വമായ സ്രോതസ്സുകൾക്ക് വേണ്ടി വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ തമ്മിൽ കഠിനമായ മത്സരമുണ്ടാകും. അവിടെ ആരാണോ കൂടുതൽ ശക്തമായ ജീവി, ആ ജീവിവർഗത്തിനായിരിക്കും അവിടെ അതിജീവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. മനുഷ്യരുൾപ്പെടെയുള്ള ഭൂരിഭാഗം ജീവജാലങ്ങളുടെയും സ്വഭാവം അതുതന്നെയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വന്തം വർഗത്തിന്റെ നിലനിൽപ്പ് കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു ശതമാനം യുദ്ധങ്ങളും കൂടുതൽ സ്ഥലങ്ങൾ കീഴടക്കാനും അന്യരാജ്യങ്ങളിലുള്ള സമ്പത്തുകൾ പിടിച്ചെടുക്കാനുമൊക്കെ വേണ്ടി നടത്തിയവയാണ്. സ്വന്തം സമൂഹത്തിന്റെ ഉയർച്ചയും പുരോഗതിയുമൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് മനുഷ്യരാശി. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭൂമിയെ മുഴുവൻ മനുഷ്യൻ ഭരിക്കുന്നതും. മനുഷ്യന് ഭീഷണിയാകുന്ന ജീവികളെ, ഉദാഹരണത്തിന് പണ്ട് ഗുഹാമനുഷ്യരായിട്ട് ജീവിച്ചിരുന്ന കാലത്തിൽ ആക്രമിക്കാൻ വരുന്ന ഘോരമായ ജീവികളെ നേരിടാനും കൊന്നുകളയാനും അന്നത്തെ മനുഷ്യർ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മനുഷ്യരാശി തന്നെ ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഇന്ന് എന്തെങ്കിലും ഒന്ന് മനുഷ്യന് ഭീഷണിയാകുമെന്ന സംശയം തോന്നിയാൽ പോലും ഉടനെ തന്നെ മനുഷ്യൻ അതിനെ കീഴടക്കാനോ നശിപ്പിക്കാനോ ശ്രമിക്കും. ഒരുപക്ഷെ ഇതേ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും അന്യഗ്രഹ ജീവികളും. അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ. അങ്ങനെയാണെങ്കിൽ അവരെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള മറ്റ് പുരോഗമന സമൂഹങ്ങളെ കാണുമ്പോൾ ഭാവിയിൽ ഒരു വെല്ലുവിളിയായി മാറുമോ എന്ന് കരുതി ആ സമൂഹങ്ങളെ എല്ലാം നശിപ്പിക്കാനും അവർ യാതൊരു നിസ്സംഗതയും കാണിക്കില്ല. അപ്പോൾ അന്യഗ്രഹ ജീവികളെ തിരയാൻ വേണ്ടി നമ്മൾ ബഹിരാകാശത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നത് നമ്മൾ നമുക്ക് തന്നെ സർവനാശം വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. പണ്ട് ഗുഹാമനുഷ്യരായി ജീവിച്ചിരുന്ന മനുഷ്യർ പതിയെ പതിയെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയും പുരോഗമിക്കുകയും ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ മനുഷ്യൻ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഭൂമി മുഴുവൻ വ്യാപിച്ചു. കാലം പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ വേഗത്തിൽ പുരോഗമിക്കാൻ തുടങ്ങി. പുരോഗമിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന് കൂടുതൽ പ്രകൃതി സമ്പത്തുകളും സ്ഥലവും ആവശ്യമായിട്ട് വന്നു. അങ്ങനെ കാടുകൾ വെട്ടി നശിപ്പിച്ച് വലിയ നഗരങ്ങൾ പണിയാൻ ആരംഭിച്ചു. ഇന്ന് ലോകത്തിലെ എല്ലാ കോണുകളിലും മനുഷ്യന്റെ സാന്നിധ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാടിനുള്ളിൽ മറ്റ് ജീവികളെ പേടിച്ച് പതുങ്ങിയിരുന്ന് വേട്ടയാടിയിരുന്ന മനുഷ്യർ ഇന്ന് ലോകം മുഴുവൻ ഭരിക്കുകയാണ്. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാലക്രമേണ നമുക്ക് ഭൂമിയിൽ ലഭ്യമായ സ്രോതസ്സുകൾ തികയാതെ വരും. അപ്പോൾ മനുഷ്യരാശി സൗരയൂഥത്തിൽ തന്നെയുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകും. അങ്ങനെ പതിയെ മനുഷ്യരാശി സൗരയൂഥത്തിൽ മുഴുവൻ വ്യാപിക്കും. അതായത് നമ്മൾ ഒരു ടൈപ്പ് 2 സമൂഹമായിട്ട് മാറും. പക്ഷേ സൗരയൂഥത്തിലുള്ള സമ്പത്തുകൾ മുഴുവനും തീരുമ്പോൾ, അല്ലെങ്കിൽ സൗരയൂഥത്തിൽ കഴിയുന്ന എല്ലാ ഗ്രഹങ്ങളെയും കോളനിവൽക്കരിച്ചാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? സ്വാഭാവികമായും നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ ഗാലക്സി മുഴുവൻ വ്യാപിക്കുക എന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സമീപമുള്ള ഓരോ നക്ഷത്രങ്ങളിലേക്കും പോകാൻ തുടങ്ങും. അങ്ങനെ മറ്റു നക്ഷത്രങ്ങളെ തേടിപ്പോകുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ മിൽക്കി വേയിൽ മുഴുവൻ വ്യാപിക്കാൻ ശ്രമിക്കുന്ന വേറെയും ഏലിയൻസിനെ നമ്മൾ കണ്ടുമുട്ടിയാൽ തീർച്ചയായും അവർ നമുക്കൊരു ഭീഷണിയാകാൻ പാടില്ല എന്ന് കരുതി അവരെ നമ്മൾ ആക്രമിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അവരാണ് നമ്മെ ആദ്യം കാണുന്നതെങ്കിൽ അവരായിരിക്കും നമ്മെ ആക്രമിക്കുന്നത്. ആദ്യമായിട്ട് ആക്രമിക്കുന്നത് ആരാണോ അവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി 2 സമൂഹങ്ങളും പരസ്പരം ആക്രമിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല.
പക്ഷേ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വലിയ ഭീമാകാരമായ സ്പേസ് ഷിപ്പുകളൊക്കെ കൊണ്ടുവന്ന് നടത്തുന്ന യുദ്ധങ്ങളൊന്നും ആയിരിക്കില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവർക്കൊരിക്കലും ജയിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്തെങ്കിലും ഒരു വസ്തുവിനെ നശിപ്പിക്കാനുള്ള ഗ്രഹത്തിനു നേർക്ക് വളരെ വേഗത്തിൽ അയച്ചാൽ മതി. പ്രകാശവേഗതയോട് അടുത്ത വേഗത്തിലാണെങ്കിൽ വെറും 2 മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഉൽക്ക വന്ന് പതിച്ചാൽ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള സകല ജീവനും പൂർണ്ണമായും നശിക്കും. അതുമാത്രമല്ല, അത്രയും ചെറിയ വസ്തു ആയതുകൊണ്ടും പ്രകാശവേഗതയോട് അടുത്ത വേഗത്തിൽ വരുന്നതുകൊണ്ടും ആ ഗ്രഹത്തിലുള്ളവർക്ക് മുൻകരുതലുകൾ എടുക്കാനുള്ള സമയം പോലും ലഭിക്കില്ല. സ്വന്തം സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി മറ്റൊരു സമൂഹത്തിനെ നശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് മനുഷ്യരെങ്കിൽ ഒരുപക്ഷെ അതുപോലെയായിരിക്കും അന്യഗ്രഹ ജീവികളും. അത് തിരിച്ചറിയാതെ നമ്മൾ ഏലിയൻസിനെ തിരയുന്നു. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അനുഭവമുള്ളത് കൊണ്ടായിരിക്കും ഏലിയൻസ് ഒന്നും തന്നെ അവരുടെ നിലനിൽപ്പ് മനസ്സിലാക്കാൻ കഴിയുന്ന യാതൊരു തരത്തിലുമുള്ള സിഗ്നൽസും പുറത്തുവിടാത്തത്. അങ്ങനെ സിഗ്നലുകൾ പുറത്തുവിട്ട സമൂഹങ്ങളെയെല്ലാം ഒളിച്ചിരിക്കുന്ന മറ്റ് സമൂഹങ്ങൾ നശിപ്പിച്ചു കാണും. അതുകൊണ്ടായിരിക്കും നമുക്ക് അന്യഗ്രഹ ജീവികളുടെ യാതൊരു വിധത്തിലുമുള്ള അടയാളങ്ങളും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പേര് പോലെ തന്നെ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സങ്കല്പമാണ്. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഭയം തോന്നിക്കുന്ന ഒരു സിദ്ധാന്തം. എന്നാൽ മറ്റൊരു രീതിയിലും കൂടെ നമുക്കിതിനെ സങ്കല്പിക്കാൻ കഴിയും. ഭൂമിയിലെ ജീവന്റെ ചരിത്രത്തിനു പല ശതകോടി വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 50 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ടെങ്കിലും ഇവിടെ സങ്കീർണമായ തരത്തിലുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ വർഷങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ പോലും ഭൂമിയുടെ ചരിത്രം താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഭൂമിയിൽ ഇന്റലിജന്റ് ആയ ഒരു പുരോഗമന സമൂഹം ഉണ്ടായത് വളരെ അടുത്ത കാലത്തിലാണ്. കഴിഞ്ഞ വെറും 150 വർഷങ്ങൾ കൊണ്ടാണ് ഗ്രഹത്തിൽ ഒരു പുരോഗമന സമൂഹം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യരാശി പുരോഗമിച്ചത്. എന്നാൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുന്നേ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായെങ്കിൽ അവരിപ്പോൾ നമ്മളെക്കാൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു ഉറുമ്പിനെ പരിഗണിക്കുന്നത് പോലെ നിസ്സാരമായിട്ടായിരിക്കും അവർ നമ്മളെ പരിഗണിക്കുന്നത്. അവർ മനഃപൂർവ്വം നിശബ്ദരായിരിക്കുന്നത് നമ്മളോട് സംസാരിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നായകൾ വളരെ ബുദ്ധിയുള്ള ജീവികളാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവയുടെയും നമ്മുടെയും ബുദ്ധിക്കിടയിൽ വലിയൊരന്തരമുണ്ടെന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചോ നായകളോട് സംസാരിക്കാത്തത്. അത്തരത്തിലൊരു സംഭാഷണം അർത്ഥമില്ലാത്തതാണ്. ഇതേ കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളും നിശബ്ദമായിരിക്കുന്നത്. അതായത് അവർ വളരെയേറെ പുരോഗമിച്ച സമൂഹങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയില്ലായിരിക്കും. ചിലപ്പോൾ അവരുടെ കണ്ണിൽ മനുഷ്യരാശി എന്നത് ഒരു ബുദ്ധിയുള്ള ജീവിവർഗം പോലും ആയിരിക്കില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണേണ്ടതിന് പകരം ജാതി, മതം, നിറം, സമ്പത്ത്, ഉദ്യോഗം അങ്ങനെ ആയിരക്കണക്കിന് രീതിയിൽ വേർതിരിച്ചു കാണുന്ന നമ്മുടെ സമൂഹത്തിനെ നോക്കുമ്പോൾ മനുഷ്യൻ ബുദ്ധിയുള്ള ജീവി തന്നെയാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ അന്യഗ്രഹ ജീവികൾ സംശയിക്കാതിരിക്കുമോ? എന്തായാലും മനുഷ്യരെ നിസ്സാരമായിട്ട് കാണുന്നതിന് പുറമെ ഒരുപക്ഷെ നമ്മെ ഭയപ്പെടുത്തണ്ട എന്നുകൂടെ കരുതിയിട്ടായിരിക്കും അവർ നിശബ്ദരായിരിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെയും അധിപനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യരാശി അവരെക്കാൾ വലിയൊരു പുരോഗമന സമൂഹമുണ്ടെന്നറിയുമ്പോൾ തീർച്ചയായും ഭയക്കും. അതിനാൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ പുരോഗമിക്കാനും എല്ലാത്തിനെയും നശിപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്നും എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറാനും വേണ്ടി അവർ താൽക്കാലികമായി നിശബ്ദരായിട്ട് മറഞ്ഞിരിക്കുന്നതായിരിക്കാം. ഡാർക്ക് ഫോറസ്റ്റ് സിദ്ധാന്തം വെറും തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിന് വളരെ വ്യക്തമായ കാരണവുമുണ്ട്. എന്താണെന്നാൽ ഏതൊരു സമൂഹത്തിനെ നോക്കിയാലും ആ സമൂഹത്തിലുള്ള എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല. എത്ര നല്ലൊരു കാര്യവും തെറ്റാണെന്ന് പറയാനും എത്ര മോശമായ കാര്യവും ശരിയാണെന്ന് പറയാനും ഈ ലോകത്തിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അതുപോലെ അന്യഗ്രഹ ജീവികളെല്ലാം മറ്റ് സമൂഹങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും അവരിൽ കുറച്ചു പേരെങ്കിലും അതിനെ എതിർക്കുന്നവരായിരിക്കും. അങ്ങനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സിഗ്നലുകൾ അവർ തീർച്ചയായും പുറത്തു വിടുക തന്നെ ചെയ്യും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഡാർക്ക് ഫോറസ്റ്റ് സിദ്ധാന്തത്തിന് യാതൊരു വിലയുമില്ല എന്ന് തോന്നിപ്പോകും. എന്തായാലും ഒരുപാട് സാങ്കല്പികതകൾ കുത്തി നിറയ്ക്കാൻ കഴിയുന്ന വളരെ വലിയൊരു വിഷയമാണ് ഏലിയൻസ്.
അതിനാൽ തന്നെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുന്നതുവരെ ഈ ആശയങ്ങളെയെല്ലാം വെറും സിദ്ധാന്തങ്ങളായിട്ട് മാത്രം തന്നെ പരിഗണിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.